പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. Not just because you learn some traditions and you're trying to repeat it. I don't think I have passed, a certain set of information. You be this എന്നല്ല. It is growth that happens through interactions. അതൊരു എനർജിയാണ്. Absolutely. And it is such a blessing to, even witness that, like over the last 10 years, I have been able to see that journey. ഇപ്പോൾ എൻ്റെ മോൾക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ കുട്ടികളെ അറിയാം, എൻ്റെ സ്റ്റുഡൻസിനെ അറിയാം. ആൻഡ് അവർ വളർന്നു പോകുന്ന ആ ഒരു ജേണി അത് വിറ്റ്നസ് ചെയ്യുക, അവരുടെ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ആൻഡ് അവരുടെ ഈ ജേണിയിൽ ഇവര് നമ്മൾക്ക് തരുന്ന ഒരു ലെസൺസ് ഇല്ലേ, അവർ കൊണ്ടുവരുന്ന അവരുടെ ലിറ്റിൽ നോളജ് ആൻഡ് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു ഐഡിയ, അവര് അതിനെ പെർസീവ് ചെയ്യുന്നതും അതിനെ ഡെവലപ്പ് ചെയ്യുന്നതും, അതൊക്കെ that's really good, and that is what should happen as you try to interact in a positive way. എൻ്റെ കണ്ടിൽ അതാണ് സക്സസ്. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഐ ആം സൂപ്പർ സക്സസ്ഫുൾ. ഓഫ് കോഴ്സ്. ഇല്ല, അതിൽ കാരണങ്ങളുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡാൻസ് ടീച്ചറുടെ അടുത്ത് നിന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഞാൻ ചാമ്പ്യൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങിയത്. അപ്പം അതിന് പിന്നിലെ ഉദ്ദേശവും ഈ വിജയം എന്ന് പറയുന്നത് ഈ എനർജി പാസ് ചെയ്ത് കൊടുക്കുന്നതിൽ തന്നെയാണ്. കാരണം അതൊരു ഗുരുവിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവർ ഒരു റിസീവറായിട്ട് നിൽക്കുന്നവരിലേക്ക്, ദേ ആർ ലൈക്ക് ദ മൗൾഡബിൾ ക്ലിയർ right in front of you, out of which anything can be. അവരുടെ കണ്ണിൽ ഇങ്ങനെ തിളങ്ങണ കാണുമ്പോഴേ നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ മേ ബി ദേ ഹാവൻറ്റ് ബീൻ എക്സ്പോസ്ഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് എ ടോപ്പിക്. അപ്പൊ അവരിൽ ഉണ്ടാവുന്ന ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ്, അവരിൽ ഉണ്ടാവുന്ന ഒരു സെൻസ് ഓഫ് സർപ്രൈസ് ആൻഡ് ഒരു ചെറിയ സെൻസ് ഓഫ് അഡ്മറേഷൻ എപ്പോഴും ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. നോട്ട് ദറ്റ് ഐ സീക്ക് ഇറ്റ് ഓൾ ദ ടൈം, പക്ഷെ ഐ ഡു ഗെറ്റ് എ ലിറ്റിൽ ഹൈ ഫ്രം ബീയിങ് ഏബിൾ ടു വിറ്റ്നസ് ഓൾ ദാറ്റ് ലിറ്റിൽ ബിറ്റ്. അല്ല, അങ്ങനെ വളരെ ചെറുതിലെ ശ്യാമയുടെ അടുത്ത് ജോയിൻ ചെയ്ത് ഒപ്പം വളർന്നു, സ്കൂളിനോടൊപ്പം തന്നെ വളർന്ന് വലുതായ കുട്ടികളിൽ ആദ്യത്തെ, ഇപ്പോൾ 10ാമത്തെ വർഷം ഇവിടെ മെൽബണിൽ സ്കൂൾ തുടങ്ങിയിട്ട് അതിന് ഫസ്റ്റ് അരങ്ങേറ്റം അത് നടന്നത് ആ കുട്ടിയുടെ നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ ഹൈദരാബാദിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വെച്ച് നടന്ന അരങ്ങേറ്റം ആ കുട്ടിയുടെ, അത് സിദ്ധി എന്ന് പറഞ്ഞ കുട്ടി, അപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്താണ് ഇവിടെ ആ കുട്ടി പഠിക്കുന്നതും. അല്ലെങ്കിൽ അവിടെ അരങ്ങേറ്റം നടത്തുന്ന സമയത്ത് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് നേരിട്ട് അവിടെ ഉണ്ടാകാൻ പറ്റിയില്ലെങ്കിലും ആ വീഡിയോ കണ്ടതിൽ നിന്നും സിദ്ധിയുടെ എക്സ്പ്രഷൻ, ദ വേസ് ദാറ്റ് ഷീ സ്പീക്സ് ആൻഡ് ദെൻ ദ വേ ഷീ കൺവേസ് ഹെർ ഓൺ ഹാർട്ട് ബാക്ക് ടു ദി ഓഡിയൻസ്, അവിടെയൊക്കെ എത്രത്തോളം ഗുരുവിൻ്റെ, ശ്യാമ എന്ന ഗുരുവിൻ്റെ, ആചാര്യയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെ എസ്പെഷ്യലി ഈ പറഞ്ഞ ഒരു ഡയസ്പൊറയായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് നിന്നും അങ്ങനെ ഒരു ആ വ്യക്തിത്വം വാർത്തെടുക്കുക എന്നുള്ളതിനകത്ത് താങ്കൾ പ്ലേ ചെയ്തിരിക്കുന്ന റോൾ ചെറുതല്ല എന്ന് നമുക്കത് വളരെ വ്യക്തമാണ് അതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്കൊരു ചോദ്യത്തിലേക്കാണ് അത് വരേണ്ടത് കേട്ടോ.